നമസ്കാരം. 2026 മെയ് 13 രാത്രി 11:27 കൂടി ബുധൻ്റെ ദിശമാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് ബുധൻ ദിശ മാറി വടക്കോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ദൃക്പഞ്ചാംഗത്തിൻ്റെ സൂചന അനുസരിച്ച് പറയുമ്പോൾ ജ്യോതിഷത്തിൽ വടക്ക് ദിശ അറിയാമല്ലോ, ഭഗവാൻ കുബേരൻ്റെ ദിശയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ബുധൻ്റെ ദിശ മാറി വടക്കോട്ടുള്ള സഞ്ചാരം മാറ്റം കൊണ്ടുവരുന്നത് തൊഴിൽപരമായും ബിസിനസ് പരമായും വളരെ നേട്ടങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടായിരിക്കും. അപ്പോൾ തൊഴിലിൽ ഉന്നതി ഉണ്ടാകുകയും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് വലിയൊരു അഭിവൃദ്ധി കൂടി 13-ാം തീയതി മുതൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു മാറ്റം വരുന്നത് ചില രാശിക്കാർക്ക് മാത്രമായിരിക്കും. അപ്പോൾ പ്രത്യേക നേട്ടങ്ങൾ വരുന്ന ആ രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തെ രാശി തന്നെ മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് 13-ാം തീയതി മുതൽ. അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തൊഴിലിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ തൻ്റേതായ മികവ് പുലർത്താൻ സാധിക്കാതെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും 13-ാം തീയതി മുതൽ തൻ്റെ കഴിവുകൾ ഏതെല്ലാം രീതിയിൽ മെച്ചപ്പെടുത്താമോ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് സംസാരശേഷി, അതായത് ബുദ്ധി വൈഭവം ഒക്കെ വർദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥർ ചില ആളുകൾ പറയാറുണ്ട്, എന്ത് പറഞ്ഞാലും കീഴുദ്യോഗസ്ഥർ കേൾക്കാറില്ല, അവരവരുടെ വഴിക്കാണ് പോകുന്നതെന്ന്. പക്ഷേ ഇനി മുതലുള്ള സമയം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വളരെയധികം ബഹുമാനിക്കാൻ തോന്നുകയും നിങ്ങളുടെ വാക്കുകൾക്ക് അവർ ബഹുമാനം നൽകുകയും ചെയ്യും. ഇപ്പോൾ നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും ചെറിയ നിക്ഷേപങ്ങൾ പോലും വലിയ ലാഭം നിങ്ങൾക്ക് നൽകാനും സാധ്യത കൂടുതലാണ്. പുതിയ ജോലി അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിനും 13-ാം തീയതി മുതൽ ഏറ്റവും നല്ല സമയമാണ് ആരംഭിക്കുന്നത്. ഇനി അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സാമ്പത്തിക നില ശക്തമാകാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. ജോലിയിൽ അംഗീകാരമൊക്കെ കിട്ടുന്നതാണ്, ശമ്പള വർധനവുണ്ടാകുന്നതാണ്, ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചെലവുകൾ നിയന്ത്രണത്തിലാക്കാനായി ശ്രമിക്കേണ്ടതാണത്. അവനവൻ തന്നെ അവനവൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിക്കേണ്ടതാണ്. അധിക ചിലവുകൾ വരാതിരിക്കാനും സമ്പാദ്യം കൂട്ടിവയ്ക്കാനുമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം അത്യാവശ്യമാകുന്നു. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്കും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ഒരുപാട് ആളുകൾ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്, ജോലിയിൽ അങ്ങോട്ടൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, ജോലി പോലും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ. എന്നാൽ ആ വിഷമങ്ങളൊക്കെ മറന്നേക്കൂ, ഇനി അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരും. ജോലി മാറണമെന്ന് ആലോചിച്ചിരിക്കുന്നവരുണ്ടാകുമല്ലോ, ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനുള്ള പ്രയാസങ്ങൾ കാരണം. അങ്ങനെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ ജോലിയുടെ ഓഫറൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് പങ്കാളിത്തം ചെയ്യുന്നവർ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടുണ്ട്. മറന്നുപോയ ചില പഴയ ബന്ധങ്ങൾ പോലും ഇപ്പോൾ ഉപകാരപ്പെടുന്നതായി വരും. അതായത് നമ്മൾ ചിലപ്പോൾ ആ ബന്ധങ്ങൾ മറന്നിട്ടുണ്ടാകും, പെട്ടെന്നൊരവസരത്തിൽ അവരിൽ നിന്ന് തന്നെ ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനും ആ ബന്ധങ്ങൾ വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കുവാനുമൊക്കെ സാധിക്കുന്നതാണ്. ആശയവിനിമയ കഴിവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അത് നേട്ടമായി നിങ്ങൾക്കിനി മാറാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ സംസാര കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വയമേവ നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന സമയം കൂടി 13-ാം തീയതി മുതൽ ആരംഭമാകുന്നുണ്ട്. ഇനി അടുത്തത് മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാർക്കും ഈ ഒരു സമയത്ത് മന്ദഗതിയിലായിരുന്ന പല കാര്യങ്ങളും ഒരു വളർച്ചയിലേക്ക് തന്നെ എത്തിച്ചേരും. നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ, വിവാഹമാകാം, അങ്ങനെ പല കാര്യങ്ങൾ, അതെല്ലാം തടസ്സങ്ങൾ മാറുന്ന അവസരമാണ് 13-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. ബിസിനസ്സിൽ സ്ഥിരമായ ഒരു പുരോഗതി നിങ്ങൾക്കിനി കാണാനായി സാധിക്കും. അതേപോലെ ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി പഴയതിനേക്കാൾ ഒരു മെച്ചത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും എത്തിച്ചേരും. എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ തീരുമാനങ്ങളായിട്ടിരുന്നാൽ പോരല്ല, അത് പ്രാവർത്തികമാക്കുക കൂടി വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രാവർത്തികമാക്കി അതിൽ വിജയത്തിലെത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് 13-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് വന്നു ചേരുന്നത്. ഇവിടെ ഭാഗ്യം വരുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചില നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ആലോചിച്ച്
പൂർണ്ണമായ മനസ്സോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഏത് കാര്യമായാലും, അതായത് പഠനത്തിന് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം കൂടി ഒന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഗുണങ്ങളൊക്കെ വന്നു ചേരൂ. അവസരങ്ങൾ വന്നാൽ ഭയന്ന് പിന്മാറാതിരിക്കാൻ കൂടി ഈ 4 രാശിയിൽ ഉൾപ്പെടാത്ത നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ്. അതേപോലെ പണം, ധനപരമായ കാര്യങ്ങളിലും സൂക്ഷ്മത പരിശോധിക്കുക. കൃത്യമായ കണക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പണം എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. കാരണം ഈ 4 രാശിക്കാർ ഗുണകരമായ രീതിയിലുള്ള ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അല്പം വലയ്ക്കുന്ന അവസ്ഥകൾ വരും എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി അതിനെ പ്രവർത്തിപ്പിച്ച് എടുക്കേണ്ടത് കൂടി നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഗ്രഹമാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ തന്നെ കൃത്യമായി ചെയ്താലേ ആ പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ബുധനെ ശക്തിപ്പെടുത്തേണ്ട ഒരു കടമ കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ ബുധനാഴ്ച ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ചീര, അങ്ങനെയുള്ള പച്ച ഇലകൾ കൊണ്ടുള്ള, മുരിങ്ങയില തുടങ്ങിയ പച്ച ഇലകൾ ഉപയോഗിക്കുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം വാഴയിലയിൽ കഴിക്കാൻ ശ്രമിക്കുന്നതും ബുധൻ്റെ പ്രീതി നമ്മളിൽ കൂടുതൽ വന്നു ചേരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ദരിദ്രരായ ആളുകൾക്ക് പച്ച പയർ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അതൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, എങ്കിലും ഇത് പറയുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ബുധനാഴ്ച ദിവസം ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് പച്ച പയർ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അല്ലെങ്കിൽ കഞ്ഞിസദ്യയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് പച്ച പയർ കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികളാണെങ്കിൽ ബുധൻ്റെ അനുഗ്രഹം ലഭിക്കാനായി പഠനത്തിന് പുരോഗതിക്കുമായിട്ടും പച്ച വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നത്, ബുധനാഴ്ച ദിവസങ്ങളിൽ പച്ച വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി പച്ച വസ്ത്രം ഇല്ല, എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ അത് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കർച്ചീഫ് ആയാലും മതി, അല്ലെങ്കിൽ അന്നേ ദിവസം അല്ലെങ്കിൽ ഒരു പേന, പച്ച മഷിയുള്ള ഒരു പേന കയ്യിൽ കരുതിയാലും മതി. എന്തെങ്കിലും എഴുതുമ്പോൾ അതുകൊണ്ടൊന്ന് എഴുതിയാലും മതി. നമ്മൾ ചെയ്യുന്ന ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യവർദ്ധനവ് തരും എന്നതുകൊണ്ടാണ് ഈ നിറങ്ങൾക്ക് നമ്മൾ അന്നേ ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ 13-ാം തീയതി സംഭവിക്കുന്ന ബുധൻ്റെ ഈ ഉത്തരമുഖി ഗതി ചിലരുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തന്നെയാണ് തുറക്കപ്പെടുന്നത്. സംസാരം കൊണ്ട് ഒരുപാട് ആളുകളെ ആകർഷിക്കാനും, അപ്പോൾ മീഡിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും ഗുണം. കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ 10 പേര് കേട്ടിരുന്നാലേ നമുക്കും അതിൽ നിന്ന് ഗുണവും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ, മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ബുധൻ്റെ അനുഗ്രഹം, വാക്ചാതുര്യം, വാക് സാമർഥ്യം, വാക്കുകൾ നമ്മൾ പറയാറുണ്ട്, കൃത്യസമയത്ത് കൃത്യമായ വാക്കുകൾ പറയാൻ പറ്റാതെ വരുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ 13-ാം തീയതി മുതൽ സംഭവിക്കാൻ പോവുകയാണ്.